നമസ്കാരം അനുപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, മൊട്ട അരുൺ എന്ന അവാർഡ് വാങ്ങിക്കൊണ്ട് ചാനൽ മേഖലയിൽ വായിൽ തോന്നിയത് പച്ച നുണകൾ പടച്ചിറക്കി ഏത് രീതിയിലും അത് ജനങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് പ്രക്ഷാളനം നടത്തി സ്ഥാപിച്ചെടുക്കുന്നതിൽ വലിയ വിരുദുള്ള ഒരുത്തൻ തന്നെയാണ് അരുൺ എന്ന് വിളിക്കുന്ന, എന്നാൽ മൊട്ട അരുൺ എന്ന് ഇന്നിപ്പോൾ നാട്ടുകാർ മൊത്തം വിളിക്കുന്ന, തലയ്ക്കുള്ളിൽ ആകെയുള്ളത് വിഭാഗീയതയും വർഗീയതയും ചേരിതിരിവും ഈ നാട്ടിൽ പച്ച നുണകൾ പടച്ചിറക്കിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ ദ്രോഹപരമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന ആ ചാനൽ വൃത്തികെട്ട ജന്തു. ആ ജന്തുവുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട TP സെൻകുമാർ സാർ, അദ്ദേഹം ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. അത് പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഇന്ന് അത് ഒരു ട്രോൾ ഗ്രൂപ്പ് അത് ഷെയർ ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ട്രോളൊക്കെ കുറച്ച് ഹാസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ആ വീഡിയോ ഒന്ന് റീപബ്ലിഷ് ചെയ്തത് ഞാൻ ഇന്ന് കണ്ടു. നമുക്ക് ഗംഭീരമായിട്ടുള്ള വീഡിയോ ആണ്. അതിലെ പല ഭാഗങ്ങളും നമ്മൾ വീണ്ടും വീണ്ടും കേട്ട് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ അത് ആളുകളോട് ഉറക്കി ഉറക്കി പറയാനുള്ള ഒരു റെഫർ ചെയ്യാനുള്ള ഒരു പുസ്തകം തന്നെയാണ് ഈ വീഡിയോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എനിക്കറിയാം, നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഉള്ള ഒരു കരിങ്കുരങ്ങ് ഉസ്താദ് ഉണ്ടല്ലോ, അവന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. ആ കരിങ്കുരങ്ങ് ഉസ്താദിന്റെ പേരൊക്കെ പറയുമ്പോഴേക്കും ഇവിടെ നമ്മുടെ അയ്യൂബുമാരൊക്കെ അല്ലെങ്കിൽ മുഹമ്മദ്മാരൊക്കെ വന്നിട്ട് ഇവനൊക്കെ മദ്രസയിൽ പഠിച്ച ആ പലവിധ കുൽസിതങ്ങൾ ഉണ്ടല്ലോ, ഉമ്മയെയും പെങ്ങളെയും പിന്നെയോ 6 വയസ്സുകാരിയെയും ഒക്കെ ഡിങ്കു ഡിങ്കു ആക്കാം എന്നൊക്കെ പഠിച്ചിട്ടുള്ള സംസ്കാരമുണ്ടല്ലോ. ആ സംസ്കാരം ഇവിടെ വാരി വിതറും. അത് അവന്റെ ഉമ്മയോടും അമ്മയോടും പെങ്ങളോടും മോളോടും വരെ കാണിക്കുന്ന സംസ്കാരമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർക്ക് 1400 14ാം നൂറ്റാണ്ട് മുതൽ തന്നെ പരിചിതമായിട്ട് പകർന്നു കിട്ടിയിട്ടുള്ള സംസ്കാരമാണ്. അതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ സംസ്കാരം അവർ മദ്രസയിലൂടെ വീണ്ടും വീണ്ടും പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ പകർന്ന് മുന്നോട്ട് പോകുന്നു. എന്തായാലും ആ കരിങ്കുരങ്ങ് രസായനം എന്നൊക്കെ കേൾക്കുന്ന പോലെ ആലപ്പുഴയിലെ ആ കരിങ്കുരങ്ങ് ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങളൊക്കെ കട്ടെടുത്തുകൊണ്ട് ക്ഷേത്രം മുതൽ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടുന്ന ഫണ്ടൊക്കെ മദ്രസ അധ്യാപകന്മാർക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു ഭാഗം മാത്രം കട്ടെടുത്തിട്ടാണ് ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മൾക്കറിയാം, കഴിഞ്ഞ പിണറായി വിജയന്റെ 10 വർഷത്തിൽ 5 വർഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു KT ജലീലിന് നമുക്കറിയാം. രാജ്യദ്രോഹി KT ജലീലിന് അയാളെ പച്ചയ്ക്ക് വിളിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. കാരണം സിമി എന്ന് പറയുന്ന NDF എന്ന് പറയുന്ന രാജ്യദ്രോഹ സംഘടന ഉണ്ടായിരുന്നു. അത് നിരോധനം നേരിട്ടും. അങ്ങനെ സിമി ഉണ്ടായി. സിമിയും രാജ്യദ്രോഹപരമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ട് നിരോധനം നേരിട്ടും. അന്നൊന്നും BJP അല്ല, സംഘികളായിരുന്നില്ല ഭരിച്ചിരുന്നത്. ഈ നാട് ഭരിച്ചിരുന്നത് കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു, UPA സർക്കാർ തന്നെയായിരുന്നു. അങ്ങനെ നിരോധനം നേരിട്ട് അവസാനം ലീഗിലെത്തി. ലീഗിൽ നിന്ന് അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തി. ഇതിപ്പോൾ CPM-ന്റെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തുകൊണ്ട് വലിയ സഖാവായി കളിച്ച് നടക്കുന്ന KT ജലീൽ. ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഈ വിദ്വാൻ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ ഖജനാവിൽ നിന്ന് ഞാൻ അടക്കമുള്ള, എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ആളുകൾ അടയ്ക്കുന്ന പണം എടുത്തുകൊണ്ട് ഇവിടുത്തെ മദ്രസ വിദ്യാഭ്യാസം നടത്താൻ വേണ്ടി മദ്രസയിലെ ഉസ്തുമാർക്കുണ്ടല്ലോ, എന്താണ് ഇവന്മാർ മദ്രസയിൽ പഠിപ്പിക്കുന്നത്? നമുക്ക് മദ്രസയിൽ പഠിപ്പിക്കുന്ന 10 ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നമ്മൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരിക? അന്യമത വിദ്വേഷം പഠിപ്പിക്കുന്ന, ബോംബിടാനും അന്യമതസ്ഥനെ വെട്ടിക്കൊല്ലപ്പെടുത്താനും കാഫിറുമായിട്ട് താരതമ്യം ചെയ്ത് മാറ്റി നിർത്താനും അന്യമതസ്ഥരോടുള്ള വിദ്വേഷം പഠിപ്പിക്കുന്ന, അതല്ലാതെ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് ചോദിക്കുമ്പോൾ 10 അല്ല 100,000 ഉത്തരങ്ങൾ നമുക്ക് പറയാനാവും. അത്തരത്തിൽ ഈ പറയുന്ന അന്യമത വിദ്വേഷമായാലും ഈ രാജ്യദ്രോഹപരമായുള്ള കാര്യങ്ങളായാലും പഠിപ്പിക്കുന്നത് അടക്കമുള്ള, എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ആളുകൾ അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ടാണ് എന്ന് KT ജലീൽ എന്ന് വിളിക്കുന്ന പണ്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് നിരോധനം നേരിട്ട സിമി സംഘടനയിൽ നിന്ന് വന്ന് ഇന്ന് വലിയ കമ്മ്യൂണിസ്റ്റായി നടക്കുന്ന അയാൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടും ചോദ്യോത്തര വേളയിൽ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചുകൊണ്ട് നമ്മുടെ കരിങ്കുരങ്ങ് സുഹാരി, എന്താണ് അവന്റെ പേരെന്ന്, ആലപ്പുഴയിലുള്ള ആ കരിങ്കുരങ്ങ് ഉസ്താദ് പറഞ്ഞ് വളച്ചൊടിച്ച വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ട്രോൾ ഗ്രൂപ്പില് ഈ ജനകീയ കോടതി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലെ അരുൺകുമാർ ചോദിക്കുന്ന ചോദ്യവും അതിന് കൃത്യമായിട്ട് TP സെൻകുമാർ സാർ മറുപടിയും കൊടുക്കുന്ന ആ ഭാഗങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിക്കാൻ ഉതകുന്നത് തന്നെയാണ്. നമുക്ക് കേട്ട് നോക്കാം കുറേശ്ശെ. DGP TP സെൻകുമാർ, എക്കണോമിസ്റ്റ് ആയ ഒരു TP സെൻകുമാർ, ഒരു സംഖ്യയായ TP സെൻകുമാർ. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. മൂന്നാമത്തെ ബ്രാൻഡ് ചാർത്തി തന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇതിൽ ഏതാണ് താങ്കൾ അഭിമാനപൂർവ്വം കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നത്? ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. സത്യം പറയുന്നതിനും വസ്തുത പറയുന്നതിനും സംഖ്യ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇനിയും
അതിതീവ്ര സംഖ്യ എന്ന് നിങ്ങൾക്ക് പറയേണ്ട വിധത്തിലുള്ള സത്യങ്ങളും വസ്തുതകളും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നോക്കൂ, ഈ അരുൺകുമാർ ചോദിക്കുകയാണ്, മൊട്ട അരുൺ ചോദിക്കുകയാണ്, നിങ്ങളെ സംഖ്യ എന്ന് ചാർത്തി തന്നത് സോഷ്യൽ മീഡിയ ആണെന്ന് പറയുന്നു. അദ്ദേഹം കൃത്യമായിട്ടും പറയുന്നു, സത്യങ്ങൾ പറയുന്ന, ധർമ്മം പറയുന്ന, അതല്ലെങ്കിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ എന്നെ നിങ്ങൾ സംഖ്യ എന്ന് വിളിക്കുമ്പോൾ ഇനിയും നിങ്ങൾ ഉച്ചത്തിൽ വലിയ വലിയ സംഖ്യ എന്ന പട്ടം എനിക്ക് ചാർത്തി തരേണ്ടി വരുമെന്ന് നട്ടലോടുകൂടി ധൈര്യത്തോടുകൂടി പറയുന്നു. നോക്കൂ, TP സെൻകുമാർ സാർ പറയുന്ന ഓരോ സത്യവും ഓരോ കാലഘട്ടത്തിനും നമ്മൾ കൃത്യമായിട്ടും വലിയൊരു പുസ്തകമായി കൊണ്ട് തന്നെ പഠിക്കാൻ ഉതകുന്ന രീതിയിലുള്ള സിലബസ് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും അദ്ദേഹത്തോട് അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ ട്രോളുകാർ ഫില്ല് ചെയ്തിട്ടുള്ള സിനിമാ ഡയലോഗൊക്കെ വരുന്നുണ്ട്. അത് കേട്ടില്ല കണ്ടില്ല നടിക്കാം. എന്തായാലും ബാക്കി കേൾക്കാം. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അങ്ങൊരു വർഗീയവാദിയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ചില കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. ആ കോണുകൾ വർഗീയവാദം പുലർത്തുന്നവയും ബാക്കിയുള്ളവരെ ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും എന്നിട്ട് തല്ലിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്. അപ്പോ അങ്ങ് ഒരു വർഗീയവാദിയാണെന്ന് ചില കോണുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്ന് ഈ അരുൺകുമാർ പറയുകയാണ്. അദ്ദേഹം പറയുന്നു, TP സെൻകുമാർ സാർ യഥാർത്ഥത്തിൽ വർഗീയത നടത്തുക. നമുക്കറിയാം, മുസ്ലിം ലീഗ്, മതേതര മുസ്ലിം ലീഗിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. പാകിസ്ഥാൻ വിഭജിച്ചുകൊണ്ട് ഞമ്മന്റെ രാഷ്ട്രമുണ്ടാക്കിയ സമയത്ത് അന്ന് ട്രെയിൻ കയറാതെ, ഇവിടെ നിന്ന് ബസ് കയറാതെ, ഇവിടെ നിന്ന് പെറ്റുപെരുകയുണ്ടായി. ഇന്ന് മതേതരം ചേർത്തുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ പാർട്ടി എന്ന് പച്ചയ്ക്ക് പറയാവുന്ന ആ സംഘടനയിലുള്ള അടക്കമുള്ള ആളുകളാണ്. അതല്ലെങ്കിൽ STP പോലുള്ള ഭീകര സംഘടനയുടെ രാഷ്ട്രീയ സംഘടനയാണ്. ഇനി PDP എന്ന് പറയുന്ന തീവ്രവാദി മദനിയുടെ പാർട്ടി, ഇവരൊക്കെയാണ് ഇദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, യഥാർത്ഥത്തിൽ വർഗീയത ചെയ്യുന്ന പ്രവർത്തിക്കുന്നവന്മാർ അവരെ വെള്ളപൂശാൻ വേണ്ടി ഞങ്ങളെ പോലെയുള്ള ആളുകളെ വർഗീയവാദി എന്ന് വിളിക്കും. അത് കൃത്യമായിട്ടും അരുൺകുമാറിന് അദ്ദേഹം ചെറിയ വാക്കുകളിലാണ് മറുപടി. ഇത്തരത്തിലാണ് ഉരുളയ്ക്ക് ഉപ്പേരി എന്നുള്ള രീതിയിൽ തന്നെ ക്യാപ്സൂൾ ചോദ്യത്തിന് അതിലും വളരെ ചെറിയ ക്യാപ്സൂളായിട്ട് മറുപടി കൊടുക്കുന്നു. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള വ്യാപ്തി ഉണ്ടല്ലോ, അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇനിയോ അങ്ങ് BJP എന്ന പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുണ്ടോ അഥവാ അംഗത്വം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഇതുവരെ ഒരു പാർട്ടിയിലും ഇതേവരെ അംഗമല്ല. BJP-യിൽ ഭാവിയിൽ അംഗമായിക്കൂടുന്നില്ല. ഏതായാലും ഒരു പാർട്ടിയിലും അംഗമാകാൻ തക്ക വിധത്തിലുള്ള പാർട്ടി ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അത് കണ്ടെത്തുന്ന മുറയ്ക്ക് അതേപ്പറ്റി പറയാം. നോക്കൂ, ഇതിൽ പരം ഒരു മറുപടി വേറെ ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾക്കറിയാം, രാജ്യം ഭരിക്കുന്ന പാർട്ടി NDA എന്നുള്ളതിന്റെ നട്ടല്ലായിട്ടുള്ള BJP. പക്ഷെ അത് കേരളത്തിലേക്ക് എത്തുമ്പോഴേക്കും എത്രത്തോളമാണ് മാറി വരുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് നാണക്കേടായിക്കൊണ്ട്. ഈ നാട്ടിൽ ഈ കേരളത്തിന്റെ BJP എന്ന് പറയുമ്പോൾ KJP എന്ന് തന്നെ പണ്ട് അലി അക്ബർ സാർ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാമസിംഹൻ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അത്തരത്തിൽ KJP ആയി മാറിയിട്ടുള്ള രാജ്യം ഭരിക്കുന്ന BJP-യുടെ കേരള ഘടകം, ആ പാർട്ടിക്കാരനാണോ നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, തൽക്കാലം അതിനുള്ള ക്വാളിറ്റി ഒരു പാർട്ടിയിലും വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എത്ര യാഥാർത്ഥ്യ സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ പച്ചയ്ക്ക് പറയാൻ ധൈര്യമുള്ള ആളുകൾ വളരെ വിരളമായിട്ടുണ്ടായിരിക്കുള്ളൂ. അത്തരക്കാരെ നമ്മൾ കൃത്യമായിട്ട് കേൾക്കണം, പഠിക്കുക തന്നെ വേണം. അവർ വലിയൊരു പുസ്തകമായിട്ട് തന്നെ നമ്മൾ അവരെ കണക്കാക്കിക്കൊണ്ട് പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് എത്ര സത്യമാണ് എന്നുള്ളത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുകയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് ഫണ്ട് വന്നത് കൈയിട്ട് വാരി നക്കിയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ഇന്ന് ആ വാർത്തകളൊക്കെ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെ നാമമാത്രമായിട്ടുള്ള 1-2 താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തതൊക്കെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. ഈ വാർത്തയൊന്നും പുറത്തു വിട്ടത് ഞാനോ അല്ലെ നമ്മുടെ ശത്രു രാഷ്ട്രീയക്കാരോ ഒന്നുമല്ല. BJP-യുടെ ഉള്ളിലുള്ളവർ തന്നെ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നീ നക്കണ്ട എന്നുള്ള മെന്റാലിറ്റിയുള്ള BJP നേതാക്കന്മാർ തന്നെയായിരുന്നു പുറത്തു വിട്ടതൊക്കെ നമ്മൾ കണ്ടതാ. മാത്രമല്ല, ഈ BJP എന്ന് പറയുന്ന കേരള ഘടകത്തിലെ KJP സംസ്ഥാന അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന അധ്യക്ഷനുള്ള ഈ രാജീവ് ചന്ദ്രശേഖരൻ. ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തിനെതിരെ ചിലച്ചുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തിനെതിരെ ദ്രോഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ചാനൽ, വേശ്യാനെറ്റ് എന്ന് ട്രോളുകാർ വിളിക്കുന്ന ഒരു ന്യൂസ് ചാനൽ, ആ ന്യൂസ് ചാനലിന്റെ ഉടമയായിട്ടുള്ള ഒരുത്തനാണ് ഈ നാട്ടിലെ KJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ എത്രത്തോളം നാണക്കേടാണ് എന്ന് ചിന്തിക്കേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ നല്ലൊരു പാർട്ടി ഇവിടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഒന്നിലും ഇതുവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ഇനി അഥവാ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അപ്പോ നിങ്ങൾക്ക് എന്നെ പറയാമെന്ന് അദ്ദേഹം പറയുന്നു. BJP-യിൽ മെമ്പർഷിപ്പ് എടുത്ത എന്ന പൊട്ട അരുണിന്റെ ചോദ്യം എത്ര യാഥാർത്ഥ്യ സത്യസന്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ ചോദ്യവും അതിനേക്കാൾ ചെറിയ ഉത്തരം. പക്ഷെ ആ ഉത്തരത്തിനുള്ളിലുള്ള വലിയ വ്യാപ്തിയോട് കൂടിയിട്ടുള്ള നമ്മൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന വലിയ പുസ്തകം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇനിയോ
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എത്ര പേർക്ക് 2,07,000 പേർക്ക് മദ്രസയിൽ പഠിപ്പിക്കാനായിട്ട് എത്ര കോടി രൂപ കൊടുക്കുന്നറിയോ? മണ്ണ് വാരി തിന്നുന്ന കുട്ടികളുള്ള കേരളത്തിൽ 2,07,000 പേർക്ക് ഏകദേശം 2,000 കോടി രൂപയോളം ഒരു വർഷം അവിടെ മതം പഠിപ്പിക്കാൻ കൊടുക്കുന്നുണ്ട്. 2,07,000 പേർക്ക്. കണക്ക് കേട്ടോ ജിഹാദികളെ, ഇവിടെ കമന്റ് ഇട്ട് മെഴുകാൻ വരുന്ന സുഡാപ്പി കുഞ്ഞുങ്ങളുടെ മദ്രസ ഭീകരന്മാർ. 2,07,000 പേർക്കാണ്. ഞാനടക്കമുള്ള, എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതിക്കാശ് എടുത്തുകൊണ്ട് ഇവിടെ മതം പഠിപ്പിക്കാൻ വേണ്ടി, തീവ്രവാദികളെ സൃഷ്ടിക്കാൻ വേണ്ടി, ഇസ്ലാമിക ജിഹാദിസം പഠിപ്പിക്കാൻ വേണ്ടി, അന്യമത വിദ്വേഷം പഠിപ്പിക്കാൻ വേണ്ടി, ഈ രാജ്യത്തിനെതിരെ ബോംബ് പൊട്ടിച്ചും അതല്ലെങ്കിൽ പാവം പിടിച്ച ആളുകളെ കൊല്ലാനും പഠിപ്പിക്കുന്ന രീതിയിലേക്ക് സിറിയ അടക്കമുള്ള തീവ്രവാദ രാജ്യങ്ങളിലേക്ക് കയറിപ്പോകുന്നതിന് തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് 2,07,000 പേർക്കാണ് കൊടുക്കുന്നത്, മദ്രസ അധ്യാപകന്മാർക്ക്. അതുകൊണ്ട് ആലപ്പുഴയിലുള്ള കരിങ്കുരങ്ങ് ഉസ്താദെ, മദ്രസ റോക്കറ്റ് എന്ന് വിളിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. ആ വ്യക്തിയൊക്കെ മനസ്സിലാക്കട്ടെ, 2,07,000 അധ്യാപകർക്കാണ് ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ള ആളുകളുടെ നികുതിക്കാശ് എടുത്തുകൊണ്ട് ഇവനൊക്കെ തീവ്രവാദം പഠിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നത് എന്ന് ഈ TP സെൻകുമാർ സാർ അല്ലാതെ ആരാണ് ഇത്ര ധൈര്യത്തോടു കൂടി പറയുക എന്നിടത്താണ് ഇദ്ദേഹം പഠിക്കാനുള്ള ഒരു പുസ്തകമാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇനിയോ, ഈ മതം പഠിപ്പിക്കാൻ പൈസ പബ്ലിക് മണി ചെലവാക്കാവുന്ന എവിടെയാ ഭരണഘടനയിലുള്ളത്? എന്താണ് കേരളത്തിൽ മാത്രം അത് ചെയ്യുന്നത്? കേരളത്തിൽ ഏതെങ്കിലും ഹിന്ദുവിന്റെ കാര്യം പഠിപ്പിക്കാൻ ഏതെങ്കിലും സ്കൂളിൽ സമ്മതിക്കുന്നുണ്ടോ? അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? കേൾക്ക്, നോക്കൂ, ഇവിടെ പറയിപ്പറ്റ പന്തീരുകുലം എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. അതുപോലെ 100 കണക്കിന് അല്ലെങ്കിൽ എത്രയോ ഭഗവാന്മാരുടെ പേരിലൊക്കെ ഹിന്ദു സംഘടനകളുണ്ട്. ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടന ഇദ്ദേഹം ചോദിക്കുന്ന പോലെ കണിശമായി ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെന്നേ. ഭയമാണ് അവർക്ക്. ആണോ? അല്ലെന്നേ. നക്കാപ്പിച്ച കിട്ടുന്നത് നക്കി ജീവിക്കാൻ വേണ്ടി നടക്കുന്ന അവറ്റകൾ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ ചോദിക്കില്ല. ഇന്നും ഹിന്ദുവിന്റെ മൊത്തക്കച്ചവടം ഏറ്റെടുത്ത് നടക്കുന്ന ഇവിടുത്തെ വലിയേട്ടൻ ഹിന്ദുക്കളായിക്കോട്ടെ, ഹിന്ദു സംഘടനകളായിക്കോട്ടെ, ഇവന്മാരൊന്നും ഒരിക്കലും ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ വീട്ടിൽ അരി പുകയുന്നുണ്ടോ, അടുപ്പ് പുകയുന്നുണ്ടോ, നീ ഇന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കില്ല. കുറെ വടിയും ചുഴറ്റി തോക്കും അല്ലെങ്കിൽ വാളും പരിശീലിപ്പിച്ചത് കൊണ്ട് ഹിന്ദുവിന്റെ ഉയർച്ചയ്ക്ക് കാരണമാവില്ല. അതുകൊണ്ടാണ് കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളിൽ ചെറിയൊരു ഭാഗം മാത്രം ഇത്തരത്തിൽ ഇവന്മാരുടെ ആ ഒരു അടിമകളായി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദുവിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ ഇവന്മാർക്കൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദുവിന്റെ ചോദ്യമാണ് ഇദ്ദേഹം ചോദിച്ചത്. എന്താ ചോദിച്ചത്? എന്തുകൊണ്ട് ഇവിടെ നികുതി അടയ്ക്കുന്ന ആളുകളുടെ കാശ് എടുത്തുകൊണ്ട് ഈ മദ്രസ അധ്യാപകന്മാർക്ക് 2,07,000 പേർക്ക് കൊടുക്കുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇത് ഘടനയിലുണ്ടോ? ഇത് ഏതെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ടോ? ഇല്ലെന്നേ. ഈ കേരളത്തിൽ മാത്രമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പച്ചയ്ക്ക് ഉറക്കെ പറയുന്നു. ഒരു ഹിന്ദു സംഘടനാ നേതാക്കന്മാരും പറയാൻ ഭയക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഭയക്കുന്നതല്ല, വല്ലതും നക്കാപ്പിച്ച് കിട്ടുമ്പോൾ നക്കല് മുടങ്ങുമല്ലോ എന്നുള്ളത് കൊണ്ട് അവന്മാരത് മനഃപൂർവ്വം പറയാതിരിക്കുക തന്നെയാണ്. ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്ന ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ലെന്നേ. പക്ഷെ പറ്റും, ഇപ്പോൾ പറ്റും. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാഡിയാജി രൂപീകരിച്ച 2018 ജൂൺ 24 രൂപീകരിച്ച ഒരു സംഘടനയുണ്ട്. ആ സംഘടന പച്ചയ്ക്ക് പറയും ഇത്തരത്തിലുള്ള വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ. അതിലൊരു വെള്ളം ചേർക്കലുമില്ല, ഒരു ഹിന്ദുത്വത്തിലൊരു മായം ചേർക്കലുമില്ല. അതുകൊണ്ട് മറ്റ് സംഘടനകൾ പറയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അദ്ദേഹം ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ ഹിന്ദുവിന് മതം പഠിപ്പിക്കാൻ ഇവിടെ ചെറിയ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ അല്ലെ എവിടെയെങ്കിലും ഹിന്ദുവിന്റെ മതപഠനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാ തീവ്രവാദികൾ ഇറങ്ങി, വർഗീയവാദികൾ ഇറങ്ങി എന്ന് പറഞ്ഞു അതിനെ അടിച്ചമർത്താനും അവിടേക്ക് പ്രകടനം നടത്തി ആ പഠിപ്പിക്കുന്ന ആളുകളെ തല്ലിക്കൊല്ലാനും മടിക്കാത്ത ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും കൊങ്ങികളും രാജ്യദ്രോഹികളായിട്ടുള്ള സുഡാപ്പികളും ഒക്കെ ഉണ്ടല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അവിടെയാണ് 2,07,000 മദ്രസ ഈ പറയുന്ന റോക്കറ്റുകൾക്ക് ഞാനടക്കമുള്ള എന്റെ നികുതി കാശ് എടുത്ത് കൊടുക്കുന്നത് എന്ന് ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും മനസ്സിലാക്കാനുള്ള ഇത്തരത്തിലുള്ള പാഠപുസ്തകത്തിലെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. ഇനിയോ, അപ്പോൾ ആദ്യം ദേവസ്വം എന്തിനാണ്ടായത്? ദേവസ്വം ഹിന്ദുവിന് വേണ്ടി ഉണ്ടായത്. ആ ദേവസ്വം സ്കൂൾ ഉണ്ടാകുന്നത് എന്തിനാണ്? ആ ഹിന്ദുവിന്റെ പൈസ കൊടുത്തിട്ടുണ്ടാകുന്നതാണ്. മനസ്സിലാക്കണം. ഇനി വലിയ ചോദ്യമാണ്, എന്താണ് ദേവസ്വം? ദേവസ്വം എന്ന് പറയുന്നത് ഹിന്ദു ക്ഷേത്രം ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ. എന്നിട്ടോ ആ ദേവസ്വം ബോർഡിൽ സ്കൂളിൽ നടക്കുന്ന തെണ്ടിത്തരങ്ങൾ, ശുദ്ധ വൃത്തികേടുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണോ? അതാണ് ഇനി അദ്ദേഹം പറയാൻ പോകുന്നത്. കേൾക്കൂ. അവിടെ സംസ്കൃതം പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ളത് പഠിപ്പിക്കുന്നത്?
യെസ്, ദേവസ്വം ബോർഡിൽ ഓരോ ഹിന്ദുവിന്റെയും പണം എടുത്തിട്ട് ദേവസ്വം ബോർഡ് സ്കൂളുകളിൽ ആ ദേവസ്വം ബോർഡ് ദേവഭാഷയായിട്ടുള്ള ഹിന്ദുവിന്റെ അഭിമാനമായിട്ടുള്ള സംസ്കാരമായിട്ടുള്ള സംസ്കൃതം പഠിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് മറ്റു ഭാഷകൾ പഠിപ്പിക്കാൻ ഈ ഹിന്ദുവിന്റെ പണം എടുക്കുന്നത്? മറ്റു ഭാഷകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ക്രിസ്ത്യാനിയുടെ ഭാഷയാണോ? അല്ലെന്നേ, അറബി പഠിപ്പിക്കാനാ. കണ്ടവന്റെ ഈ രാജ്യത്തേക്ക് വലിഞ്ഞു കയറി വന്ന ആ അറബി പഠിപ്പിക്കാനാ. പഠിപ്പിച്ചോട്ടെ, പക്ഷെ അത് ഹിന്ദുവിന്റെ പണം എടുത്ത് പഠിപ്പിക്കണമെന്ന് ഇതുപോലെ ടി.പി. സെൻകുമാർ സാർ ചരിത്രപരമായിട്ട് യാഥാർത്ഥ്യങ്ങൾ നിരത്തി ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ കേട്ട് നാണം കെട്ട് നാണമില്ലാതെ ഉളുപ്പില്ലാതെ ഇവിടുത്തെ ഹിന്ദു സംഘടനാ നേതാക്കന്മാർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അവിടെയാണ് നട്ടെല്ല് ഒറ്റ തന്തയ്ക്ക് പറന്ന സംസ്കാരമുള്ള ഒരു മനുഷ്യൻ, ഒരു നേതാവ് എന്ന ആ ഒരു പട്ടം ചാർത്തി കൊടുക്കേണ്ടത് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക്. അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വിരകി നടക്കുന്ന ഹിന്ദു നേതാക്കളെ പോലെ അല്ല ഇദ്ദേഹം കൊടുക്കുന്ന മറുപടി. ഇനിയാണ് വലിയ രസം. എത്ര ഈ പറയുന്ന അറബിക് ടീച്ചേഴ്സ് ഉണ്ട്, എത്ര സംസ്കൃതം അധ്യാപകന്മാരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. കേൾക്ക് ഹിന്ദുവേ, കേൾക്ക് ക്രിസ്ത്യാനി, കേൾക്കാം. എത്ര പേര് വേണം സംസ്കൃതം പഠിക്കാൻ ഒരു ക്ലാസ്സിൽ? ഒരു സ്കൂളിൽ എത്ര നിങ്ങൾ ഇങ്ങോട്ട് പറയൂ, എത്ര കുട്ടികളുണ്ടെങ്കിൽ സംസ്കൃതം പഠിപ്പിക്കുക? ഇപ്പോ സ്റ്റുഡന്റ് ടീച്ചർ റേഷ്യോ അനുസരിച്ച് 40. എത്ര കുട്ടികളുണ്ടെങ്കിൽ അറബി പഠിപ്പിക്കുക? സ്റ്റിൽ മൈനോറിറ്റി കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ പോലും ആ സ്കൂളിന് അധ്യാപകൻ അറബി ഏതെങ്കിലും വിദ്യാർത്ഥി ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ പോലും പഠിപ്പിക്കണം. അത് തന്നെയാ വ്യത്യാസം. കൊള്ളാം, നല്ല ഐഡിയ. അതായത് കൃത്യമായിട്ട് പറയുന്നു, സംസ്കൃതം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 40 കുട്ടികൾ വേണം ഒരു ക്ലാസ്സിൽ സംസ്കൃതം പഠിപ്പിക്കാൻ. എന്നാൽ അറബി ആണെങ്കിലും ഒരു കുട്ടിയായാലും അതിനവർ ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ മതം പഠിപ്പിക്കാം, ന്യൂനപക്ഷത്തിന്റെ മതത്തിന്റെ ആ തേങ്ങാക്കൊല പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്നുള്ളത് ഇങ്ങനെ പച്ചയ്ക്ക് ജനത്തോട് വിളിച്ചു പറയാൻ ആർക്കാണ് നട്ടെല്ലുള്ളത്, തന്റെ ഇടമുള്ളത്? ഏതെങ്കിലും ഈ പറയുന്ന വലിയ വല്യേട്ടന്മാർ ചമഞ്ഞു നടക്കുന്ന ഹിന്ദു സംഘടനകളുണ്ടല്ലോ, ആ ഹിന്ദു സംഘടനകൾ ഏതെങ്കിലും ഇതുപോലെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ സംസ്കൃതം സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല? 40 കുട്ടികൾ 40:1, അതായത് 40 കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ സംസ്കൃതം പഠിപ്പിക്കുകയുള്ളൂ എന്ന ആ നിയമം എന്തിനാണ് നിങ്ങൾ നടപ്പിലാക്കിയത്? ഒരു കുട്ടി മാത്രം ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് വേണ്ടി അറബിക് അധ്യാപകനെ നിയമിക്കണമെന്ന് എന്തിനാണ് നിങ്ങൾ നിയമം നടപ്പിലാക്കിയത്? ഇവിടെ ഹിന്ദുവിനോടും ക്രിസ്ത്യനോടും മുസ്ലിമിനോടുമുള്ള ആ വ്യത്യസ്തത, വിവേചനം കൃത്യമായിട്ട് കാണിക്കുന്നത് ആരാണ്? ഈ നാട്ടിൽ വർഗീയപരമുള്ള ചേരിതിരിവ് സൃഷ്ടിക്കുന്നത് ഇവിടെ ഭരിച്ച ഇടതും വലതുമുള്ള സർക്കാരുകൾ മാത്രമാണ് എന്ന് ഇങ്ങനെയല്ലാതെ ഏതെങ്കിലും ഒരു നേതാവ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെന്നേ. ഇനി കേൾക്കാൻ ബാക്കി. എത്ര പേര് സംസ്കൃത അധ്യാപകർ കേരളത്തിലുണ്ട്? നിങ്ങളൊന്ന് പറ. ഞാൻ പറഞ്ഞല്ലോ, മദ്രസയെ പഠിപ്പിക്കാൻ തന്നെ 2,07,000 പേരുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു സാധനത്തിന് 2,07,000 പേർക്ക് നിങ്ങൾ ജോലി കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ആലോചിച്ച് നോക്കൂ. 2,07,000 പേർക്കാണ് ഇവിടെ മതം പഠിപ്പിക്കാൻ വേണ്ടി മദ്രസ അധ്യാപകന്മാരും അറബി ഏതൊരു LP സ്കൂളായാലും UP സ്കൂളായാലും അവിടെ അറബിക് അധ്യാപകനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്തേ ഇവിടെ സംസ്കൃത അധ്യാപകനെ കാണാത്തത്? വേറൊരു ഭാഷയും ഇവിടെ പഠിക്കണ്ട. ഇവിടെ നമ്മുടെ കുട്ടികൾ ഹിന്ദുവിന്റെ കുട്ടിയാണെങ്കിലും ക്രിസ്ത്യാനിയുടെ കുട്ടിയാണെങ്കിലും അറബി മാത്രം പഠിച്ചാൽ മതി എന്നാണ് ഇവിടത്തെ വെപ്പ്. ആ വെപ്പ് ആരാ കൊണ്ടുവന്നത്? ഇവിടെ വോട്ട് കുത്തി വിജയിപ്പിക്കുന്ന ഈ പറയുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കം വോട്ട് കുത്തി വിജയിപ്പിച്ച ഇടതും വലതന്മാരും തന്നെയാണ്. എന്നിട്ട് പറയും ഈ കേരളം മതേതര കേരളമാണ്. ഈ കേരളം മതേതര കേരളമല്ല. ഈ കേരളം ജിഹാദികൾ വിഴുങ്ങിയ കേരളമാണ്. ഈ കേരളത്തിലെ ഭരണവും ഈ കേരളത്തിലെ തീരുമാനങ്ങളും നടത്തിക്കുന്നത് ഇസ്ലാമിക ജിഹാദികളാണ്, ISIS പോലുള്ള കുടുംബീകരവാദികളാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കുറ്റപ്പെടുത്താനാവുക എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് ടി.പി. സെൻകുമാർ പറഞ്ഞത്. 2,07,000 പേർക്ക് ഈ ഓരോ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും പണമെടുത്ത്, നികുതി കാശെടുത്ത് ശമ്പളമായിട്ടും മറ്റും കൊടുക്കുന്നു. പിന്നെ മതപഠനം നടത്താൻ വേണ്ടിയായിട്ടാണെങ്കിലും സ്കൂളുകളിൽ അറബിക് ടീച്ചേഴ്സിന് വെക്കുന്നു, പക്ഷെ സംസ്കൃതം ടീച്ചേഴ്സിന് വെക്കില്ല. ഇനി ക്രിസ്ത്യാനികളുടെ ഹീബ്രുവോ ഏതോ അവരുടെ ഭാഷ അത് പഠിപ്പിക്കാനോ അതൊന്നും ആലോചിക്കുക തന്നെ വേണ്ട. എന്നിട്ടും പറയും ഞങ്ങൾ മതേതര കേരളമാണ്, ഞമ്മന്റെ ഇവിടെ ഹിന്ദു രക്തമില്ല, ക്രിസ്ത്യൻ രക്തമില്ല, ആകെയുള്ളത് മുസ്ലിം രക്തം മാത്രമേ ഉള്ളൂ എന്നുള്ളതായ യാഥാർത്ഥ്യം. എന്തായാലും ബാക്കി കേൾക്കാം. അവിടെ പഠിക്കുന്നത് മതം പഠിപ്പിക്കാനല്ല. മന്ത്രി അത് അസംബ്ലി പറഞ്ഞു. നോക്കൂ, നിങ്ങൾ ഇത് നോക്കൂ. അവിടെ ഇവർക്ക് പൈസ കൊടുക്കുന്നത് സയൻസും സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഈ പൈസ കൊടുക്കുന്നത്. നോക്കൂ, അപ്പൊ അത് ഒരു വലിയ തട്ടിപ്പാണ്. അതായത് മദ്രസ വിദ്യാഭ്യാസത്തിന് എന്നും പറഞ്ഞ് 2,07,000 പേർക്ക് ഇവിടുന്ന് ഓരോ പല വിധത്തിലുള്ള സ്കോളർഷിപ്പും കാര്യങ്ങളും ഇവന്മാർ നേടിയെടുക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? അവിടെ മതം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല, അവിടെ സയൻസും മറ്റുള്ള ഹിസ്റ്ററി ആയാലും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കുട്ടികൾക്ക് ഉചിതമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിക്കൊണ്ടാണ് ഈ കാശ് നേടിയെടുക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയുകയാണ്. ഹിന്ദു നേതാക്കന്മാർ
സഹോദരന്മാരെ, ഹിന്ദു സംഘടനകളെ, ഇതുപോലെ പച്ചയ്ക്ക് എന്ന് നിങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി രംഗത്ത് വരുന്നു. സോഷ്യൽ മീഡിയ തള്ളു നിർത്തിക്കൊണ്ട് ഓരോ ഹിന്ദുവിന്റെയും പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അവന്റെ യാഥാർത്ഥ്യങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവന്റെ ദാരിദ്ര്യം മുക്തി നേടാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുന്നു. അന്നേ ഈ നാട് രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ നീയൊന്നും നേതാവായി ചമഞ്ഞു നടന്ന് ഹിന്ദുവിന്റെ കാര്യം ശ്രദ്ധിക്കാതെ ഒന്നും മിണ്ടാതെ ഒന്നും ചെയ്യാതെ നടക്കുന്ന നിന്നെയൊക്കെ നേതാവ് എന്ന് വിളിക്കാൻ ഒരു ഹിന്ദുവും ഇവിടെ തയ്യാറാവില്ല. അത് നീ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ തള്ളി 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 എത്തിക്കുക മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയോ? താങ്കൾ സെക്കുലറായ ഇന്ത്യയുടെ DGP ആയിരുന്നു. ഒരു മുൻ DGP ആയ താങ്കൾ ഒരു സെക്കുലറായ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി സംസാരിക്കേണ്ട ആളാവണ്ടേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. VR കൃഷ്ണയ്യർ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അങ്ങനെ ജഡ്ജിയായിട്ട് ഹൈക്കോടതിയിലുണ്ടായി, സുപ്രീം കോടതിയിലുണ്ടായി. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജഡ്ജിയായിരുന്നു. നോക്കൂ, VR കൃഷ്ണയ്യരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കേരളം ഭരിച്ച ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്നു VR കൃഷ്ണയ്യർ. അയാൾ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ജഡ്ജി ആയിരുന്നു. അയാൾ കമ്മ്യൂണിസ്റ്റ് ജഡ്ജി ആയിരുന്നു എന്ന് പച്ചയ്ക്ക് ചോദിക്കുമ്പോൾ TP സെൻകുമാറിനോട് ചോദിച്ച മൊട്ട അരുണിന്റെ ചോദ്യം ശൂന്യതയിലേക്ക്, അല്ലെങ്കിൽ ലുക്ടാപ്പിയുടെ കുന്തത്തിൽ കയറി എയറിലേക്ക് പകർന്ന് നമ്മൾ കണ്ടില്ലേ? മുൻ DGP ആയിട്ടുള്ള നിങ്ങൾ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയത്തിന്, ഒരു ജാതിക്ക് വേണ്ടി, ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം സംസാരിക്കാമോ? സെക്യുലറിസവും ജനാധിപത്യവും പച്ചയ്ക്ക് വിളമ്പിയപ്പോൾ അവിടെ VR കൃഷ്ണയ്യരെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് താൻ ചെയ്യുന്നത് അതാണ്, ഇദ്ദേഹം ചെയ്യുന്നത് ഇതാണ്, എന്തുകൊണ്ട് VR കൃഷ്ണയ്യരെ താൻ ഇതുപോലെ ചോദിക്കുന്നില്ല എന്ന ചോദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. അരുൺകുമാർ ചോദിക്കുന്ന ചെറിയൊരു ചോദ്യം അതിലും ചെറിയ ഉത്തരത്തിലൂടെ കൃത്യമായിട്ടും അണ്ണാക്കിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇനിയോ? പക്ഷെ എന്റെ ചോദ്യം, അങ്ങ് PSC ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്, ഒരു സർവീസിൽ വിരമിക്കുന്നതിന് 32 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്, അങ്ങ് പോകുന്ന സമയത്ത് PSC ഇന്റർവ്യൂ ബോർഡിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സനാതനധർമ്മം ഇതിലേതാണ് ഇന്ത്യയിൽ പുലരേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങ് എന്ത് മറുപടി പറയുമായിരുന്നു? രണ്ടും. If a conflict arises, there is no conflict. അപ്പൊ ഇവിടെ എല്ലാവർക്കും ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് നിങ്ങളെപ്പോലെ കുറച്ച് മാധ്യമങ്ങൾ നോക്കുക, നിങ്ങളെപ്പോലെ കുറച്ച് പേര് വൺ സൈഡഡ് ആയിട്ട്, ടോട്ടലി ആബ്സല്യൂട്ട്ലി വൺ സൈഡഡ് ആയിട്ട് അതിനെ ഇല്ലാതാക്കുന്നു. നാണം ഉണ്ടോടാ ഊളകളെ? പിന്നീന്ന് കുത്തിയും കുതികാല് വെട്ടിയും രണ്ട് ശവങ്ങള്. ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ ഇവിടെ ഇഷ്ടം പോലെ ഹവാല വരുന്നുണ്ട്, ഇഷ്ടം പോലെ സ്വർണം പിടിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ മയക്കുമരുന്ന് വരുന്നുണ്ട്. നിങ്ങൾ ഇതിലെ പ്രതികൾ ആരാണെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഡിസ്കഷൻ വെച്ചിട്ടുണ്ടോ? അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. നമ്മൾക്കറിയാം, ബുധസ്വർണം ഉമ്മറത്തും പിന്നാമ്പുറത്തും ഒക്കെ സ്വർണം കയറ്റിയിട്ടാണ്, മയക്കുമരുന്ന് കയറ്റിയിട്ടായാലും ഇങ്ങോട്ട് കൊണ്ടുവരുന്നവന്മാർ ആരാണ് എന്ന ചോദ്യം. നമുക്ക് കേന്ദ്ര സർക്കാർ 2014 ഭരണത്തിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇവിടെ കൃത്യമായിട്ട് വിദേശ ഫണ്ട് തടയാൻ വേണ്ടി അതിശക്തമുള്ള നടപടികൾ എടുത്തു. ഇവിടെ നോട്ട് നിരോധനം നടത്തിയതിനെതിരെ ഇന്നും കരഞ്ഞു നടക്കുന്ന നമ്മുടെ മദ്രസ കുണ്ടന്മാർ, അവർ കരയുന്നതിന്റെ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ്? അവന്മാരുടെ സകലമാന അടിവേരുമാണ് മാന്തിയത്, രാജ്യദ്രോഹികളുടെ അടിവേരാണ് വെട്ടിയത് മോദി സർക്കാർ. അതുകൊണ്ട് തന്നെ ഇന്നും നോട്ട് നിരോധനത്തിനെതിരെ കരയുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അത് അദ്ദേഹം TP സെൻകുമാർ കൃത്യമായിട്ട് പറയുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വർണമായിട്ടും മയക്കുമരുന്നായിട്ടും കടത്തുന്ന വിഭാഗം ഏതാണ് എന്ന് ചാനൽ പ്രവർത്തകനായിട്ടുള്ള മൊട്ട അരുണിനോട് ചോദിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ അത് കാണിക്കുന്നില്ല, പറയുന്നില്ല? അവിടെ മതം പറയാതിരിക്കാൻ ആവില്ല, കാരണം ഇവറ്റകൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി എന്തിനാ ഇത് ചെയ്യുന്നത്? ഇവറ്റകൾ വിദേശത്ത് സ്വർണം കൊണ്ടുവന്നിട്ടും മയക്കുമരുന്ന് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് വിദേശ ഫണ്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നതിൽ അതിശക്തമായുള്ള നടപടിയെടുത്ത ഈ പറയുന്ന BJP സർക്കാർ, NDA സർക്കാർ. അതുകൊണ്ട് തന്നെ ഇന്നിവിടേക്ക് പണം കണ്ടെത്താൻ, രാജ്യദ്രോഹത്തിനും തീവ്രവാദത്തിനും പണം കണ്ടെത്താൻ അതിനൊരേ ഒരു മാർഗമാണ് ജിഹാദികൾ, മദ്രസ പൊട്ടന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. ആ മാർഗമാണ് ഈ പറയുന്ന സ്വർണം കടത്തലും, ആ മാർഗമാണ് ഈ പറയുന്ന മയക്കുമരുന്ന് കടത്തലും. അതുകൊണ്ട് ഇത് കടത്തുന്ന ആ വിഭാഗത്തെ പച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ ചെറിയ ഉത്തരത്തിലൂടെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യാണ്. നമ്മുടെ മദ്രസ കുണ്ടന്മാരുടെ കുരു ഇവിടെ കമന്റ് ബോക്സിൽ ഇനി പൊട്ടി ഇങ്ങനെ വിളിക്കും. അത് അവന്റെ ഉമ്മയോടും മകളോടും സഹോദരിയോടും അവന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള സംസ്കാരം അത് കാണിച്ച് ഇവിടെ വിതറിക്കൊണ്ടിരിക്കും. വിതറട്ടെ, ബാക്കി. ഞാൻ പറഞ്ഞു JNUവിലെ ഇഷ്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു JNUവിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അവിടെ നടന്ന അന്ന് ഈ പറയുന്ന 10 ദിവസം അവിടെ താമസിക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന സമയത്ത് മുഴുവൻ അവിടെ കോണ്ടംസ് കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഈ നിർമ്മല സീതാരാമൻ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററും JNUവിൽ നിന്നാണ്. അല്ല, JNU ഇപ്പോഴും ഉണ്ട്. JNUവിലുള്ള എല്ലാവരും എങ്ങനെയല്ല. അങ്ങനെ എക്കണോമിസ്റ്റ് എന്ന നിലയിൽ അഭിമാനം കൊള്ളേണ്ട ഒരു നോബൽ പ്രൈസ് പോലും ഇതേ JNUവിൽ നിന്ന്, കോണ്ടം പെറുക്കി നടക്കുന്ന കുട്ടികളുള്ള ക്യാമ്പസിൽ നിന്നാണ്. അല്ല, ഞാൻ പറയട്ടെ, അവിടെ നിന്ന് ഞാൻ പറയാം, ഈ ചെളിയിലെ ചെളിയിലെ ഇടയ്ക്ക് താമര ഉണ്ടാവുന്ന വെച്ചാൽ ഞാൻ ചെളീനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ?
ജെഎൻയു ചെളിയാണ്. ജെഎൻയു ഇപ്പൊ അവിടെ 2-3 കാര്യം പ്രധാനമായിട്ട് നടക്കുന്നത്. ഒന്ന് രാജ്യദ്രോഹം, 2 ഫ്രീ അല്ലെങ്കിൽ ഡ്രഗ്സ് മാഫിയ, 3 ഫ്രീ സെക്സ്. ഇതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അങ്ങയുടെ പരാമർശം ഇതായിരുന്നു, കോണ്ടം ഉപയോഗിച്ച് മുടി കെട്ടുന്നു, വിവാദ പരാമർശം ടി പി സെൻകുമാർ. ടി പി സെൻകുമാർ എന്നൊരു എക്കണോമിസ്റ്റിന് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് എത്രയോ പ്രശസ്തമായ ലേഖനങ്ങൾ എഴുതാം, എത്രയോ നിരീക്ഷണങ്ങൾ നടത്താം. പെൺകുട്ടികളുടെ മുടി കെട്ടുന്നതും കോണ്ടം ഉപയോഗിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സട്ടിൽ തിങ്സ്, നമുക്കത് വിട്ടൂടെ. പോയി ചത്തുടേടാ. ഈ ജെഎൻയു ഇപ്പോഴും UGCയുടെ മികച്ച അക്കാദമിക് സ്ഥാപനങ്ങളിൽ 1-ാം സ്ഥാനത്താണ്. വൈ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഇതല്ലാതെ കുറെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ പഠിപ്പില്ലാതാക്കാനാണ് ഇവർ നോക്കുന്നത്. 2 വർഷത്തിനകം, ഞാൻ ഇപ്പോഴേ പറയുന്നു, 2 വർഷത്തിനകം ജെഎൻയു മാറിയിരിക്കും, മാറ്റിയിരിക്കും. ജെഎൻയു തകർത്തിരിക്കും. തകർക്കല്ല, ജെഎൻയു ഒന്നാന്തരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാകും. എന്തിനുള്ള പുറപ്പാടാണ്ടോ? ശുദ്ധീകരണ പ്രക്രിയയാണോ ഉദ്ദേശിക്കുന്നത്? ശുദ്ധീകരണം എന്നല്ല, അവിടെ ആസാദി, നിങ്ങൾ അവിടുത്തെ മുദ്രാവാക്യം കേൾക്കണം. എന്തിനാണൊക്കെ ആസാദി? കാശ്മീർക്കോ ആസാദി, കേരളക്കോ ആസാദി, അവിടുത്തെ ആസാദി, ഇവിടുത്തെ ആസാദി, ടുക്കടാക്കാർക്കോ ഭാരതക്കോ. ഭാരതത്തെ ഇതിനൊക്കെയാണോ ഗവൺമെന്റിന്റെ പൈസ വാങ്ങിച്ചിട്ട് അവിടെ പോയിരുന്ന് പഠിക്കുന്നത്? ഒരു സർവകലാശാല വിവിധ ആശയങ്ങളുടെ പരീക്ഷണശാലയാണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. പെൺകുട്ടിയുടെ തലമുടിയിൽ ഒരു കോണ്ടം ചുറ്റിയിരിക്കുന്നുവെന്ന് ഒരു മുൻ DGP എക്കണോമിസ്റ്റുമായ സെൻകുമാർ പറയുമ്പോൾ ഇറ്റ്സ് ഡെലിബറേറ്റ്. അതിലെന്താണ് അങ്ങേക്ക് ഇത്ര വലിയ അപാകത കാണാൻ കഴിയില്ല? നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കോണ്ടം തലേ കെട്ടാനാണെന്നാണോ? ഇതിലും ഒരു ഉത്തരം, അതായത് മൊട്ടാരുണിന്റെ വീട്ടിൽ അവന്റെ അമ്മയും പെങ്ങളും മകളും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല മകളുണ്ടോ എന്നുള്ളത്. ഇവരൊക്കെ മുടിയിൽ കോണ്ടമാണോ കെട്ടി നടക്കാറ്? നിങ്ങളുടെ വിചാരം ഈ കോണ്ടം മുടിയിൽ കെട്ടാനുള്ളതാണ് എന്ന് പറഞ്ഞ ചെറിയൊരു കുഞ്ഞു ചോദ്യത്തോടെ മൊട്ടാരുണി ചോദിച്ച ആ വലിയ ചോദ്യം ആകെ തകർന്നു വീണ ഇത്തരത്തിലൊരു കാഴ്ച എവിടെയും നമ്മൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ടി പി സെൻകുമാർ സാറിന്റെ ഈ ജനകീയ കോടതി എന്ന് പറയുന്ന ഈ വീഡിയോയിൽ 8 മിനിറ്റിന്റെ ഭാഗ്യമുള്ളൂ. അതിനിടയ്ക്ക് കോമഡിയൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടാണ് 8 മിനിറ്റ്. അതിൽ 6 മിനിറ്റോളം ഗംഭീരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരവുമാണ്. ഇനിയോ, ഇന്ത്യൻ ഭരണഘടനയിൽ ഹിന്ദുക്കൾ അടക്കമുള്ളവർക്ക് ആർട്ടിക്കിൾ 25 കൊടുത്തിരിക്കുന്ന വിശ്വാസം അത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തുല്യമാണ്. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞില്ലേ 28-9-ഉം 30-ഉം വ്യത്യസ്തമാണ്. 25 അല്ല, ആർട്ടിക്കിൾ 25-ലല്ല, സ്പീക്കിംഗ് 29-30. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ എല്ലാവർക്കും ഇക്വാലിറ്റി വേണോ? സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കുകയാണെങ്കിൽ ആദ്യം വേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഒരു വരി കൂട്ടിച്ചേർക്കണം. All the religious rights given to the minorities will equally apply to the religious majority also. 1996 ഞാൻ ജംഇയ്യത്തുൽ ഇഷാനിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയ റെക്കോർഡ്സിൽ ഉള്ളതാണ്. എന്തുകൊണ്ടാണ്? അവിടെ കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിരുന്നു, അവരുടെ ഇതിൽ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ അധികാരം പിടിക്കുന്നത് വോട്ടുകൾ വഴിയാണ്. അതുകൊണ്ട് ജനസംഖ്യ വർദ്ധിപ്പിക്കണം. ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോ അത് വിളിച്ചുകൂയി നമുക്കിട്ട് പണിയ. ഇത് 1996 ഞങ്ങൾ കണ്ടതാണ്. അതുപോലെ അവിടെ എഴുതി വെച്ചിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ ആയിട്ട് ആർക്കെങ്കിലും അന്യസമുദായക്കാർക്ക് ബന്ധമുണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കണം. അങ്ങനെയുള്ള 6 മർഡർ കേസ് അന്വേഷിക്കാനാണ് എനിക്ക് തന്നത്. അതിന്റെ വകയായിട്ടാണ് ഞാൻ അന്വേഷിച്ചതും പിന്നെ സുനിലിന്റെ കേസൊക്കെ ഇവർ ചെയ്താണെന്നും ചെങ്ങന്നൂർ മൗലയുടെ ഇവർ ചെയ്താന്നൊക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ 10 വർഷം കൊണ്ടുണ്ടായതല്ല. മനസ്സിലാവുന്നു? സോ വാട്ട് ഈസ് ദ തിങ് ഈസ് ദാറ്റ് ഒരു രാജ്യത്ത് ജനസംഖ്യ നിയന്ത്രിക്കാൻ എല്ലാവർക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. സോ എവരിബഡി ഷുഡ് ഡു ദാറ്റ്. അത്രേ ഉള്ളൂ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ. ഇത്രയാണ് അദ്ദേഹത്തിന്റെ ആ 8 മിനിറ്റ് വീഡിയോ. അതിൽ കോമഡിയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ ഇന്നത് കണ്ടപ്പോൾ കൃത്യമായിട്ടും അതിലെ ഈ പറയുന്ന മൊട്ട അരുണിന്റെ ചോദ്യം, ഇതെനിക്ക് തോന്നുന്നു 3-4 വർഷമൊക്കെ ആയി ഇത് ഇറങ്ങിയിട്ട് തോന്നും. എന്നാലും മൊട്ട അരുണിന്റെ ചോദ്യം ചെറിയ ചോദ്യമാണെങ്കിലും അതിലെ വലിയ ഉത്തരം ടി പി സെൻകുമാർ സാർ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന രീതിയിൽ തന്നെ ഇവിടുത്തെ ഓരോ ഹിന്ദു നേതാക്കന്മാരും ഹിന്ദു സംഘടനാ നേതാക്കന്മാരും ചോദിക്കേണ്ട ചോദ്യം, യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പുറത്തു കൊണ്ടുവരേണ്ട ചോദ്യങ്ങൾ, ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരങ്ങൾ നേടിക്കൊടുത്ത് ടി പി സെൻകുമാറിന് വലിയൊരു ബിഗ് സല്യൂട്ട് നൽകാതെ, വലിയ നമസ്കാരം പറയാതെ നമ്മൾക്ക് എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കാനാവുക? നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.